എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് പുരോഗമിക്കുന്ന ഡിജിറ്റൽ റീസർവേ 3 ഘട്ടങ്ങളിലായി 639 വില്ലേജുകളിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും അതിൽ 520 വില്ലേജുകളിൽ സർവേ പ്രവർത്തനങ്ങൾ ഫിസിക്കലായി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന ഒരു വില്ലേജുകളിൽ കൈവശാവകാശമുള്ള അർഹതയുള്ള ആളുകൾക്ക് ഭൂമി ലഭ്യമായില്ലെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചറിയാനും അർഹതപ്പെട്ട ആളുകൾക്ക് ആ ഭൂമി കൊടുക്കാനും ഡിജിറ്റൽ റീസർവേയുടെ സാധ്യമാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ പല പ്രദേശങ്ങളിലും അങ്ങനെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ലാൻഡ് പാഴ്സലുകൾ അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ അതിൽ 26 ലക്ഷത്തിലധികം ലാൻഡ് പാഴ്സലുകളിൽ അധിക വിസ്തീർണം കണ്ടെത്തിയതായി നമുക്ക് ബോധ്യപ്പെട്ടു. സ്വകാര്യ ഭൂമി അതിർത്തിക്കകത്ത് നിൽക്കുന്ന അധിക വിസ്തീർണം ഉണ്ടാകുന്നത് നേരത്തെ കൺവെൻഷൻ മെത്തേഡുകൾ അളന്ന് ഇപ്പോൾ നേരത്തെ അംഗം പറഞ്ഞതുപോലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ആക്യുറസി ഉപയോഗിച്ചിട്ടുള്ള ആർട്ടിക്കർ ഓവർ കൊണ്ട് അളക്കുന്നതായിരിക്കും. ബൗണ്ടറിക്ക് അകത്ത് നിൽക്കുന്ന അധിക കൈവശമാണെങ്കിൽ സ്വകാര്യ ഭൂമിയിലെ ആ അധിക കൈവശം സർക്കാരിന് ഏതെങ്കിലും വിധത്തിലുള്ള ബാധകതകളില്ലാത്തതോ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളില്ലാത്തതോ അതിർത്തി പ്രശ്നങ്ങളില്ലാത്തതോ ആയ സ്ഥലങ്ങളിൽ ആ ഭൂമി സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബില്ലിന് കഴിഞ്ഞ നിയമസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ സഭാ സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സ്വകാര്യ ഭൂമിയുടെ വ്യക്തമായ അതിർത്തിക്കുള്ളിൽ അധിക ഭൂമി കണ്ടെത്തുന്നത് ഡിജിറ്റൽ സർവേ വഴി അളക്കുമ്പോൾ അളവിൽ കൃത്യത ഉണ്ടാകുന്നത് മൂലമാണ് ഇങ്ങനെ അധിക ഭൂമി വരുന്നത്. ഇതാണ് സെറ്റിൽമെന്റ് ആക്ടും റൂളും അനുസരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ ഉദ്ദേശിക്കുന്നത്. ലക്ഷക്കണക്കിനായ ആളുകൾക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഗുണം ലഭ്യമാകും എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പുതിയ ബില്ല് പാസാക്കിക്കൊണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയ കാര്യങ്ങളാണ് ഇത് നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാനത്ത് ഇപ്പോൾ ആരംഭിച്ചു എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അധിക ഭൂമി സെറ്റിൽമെന്റ് ആക്ട് നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ എന്ന് മന്ത്രി കെ രാജൻ KRDAS സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയെ പറഞ്ഞു. സെറ്റിൽമെന്റ് ആക്ട് ഗവൺമെന്റ് ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. ഒപ്പുവെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ സംസ്ഥാനം മറ്റൊരു ചരിത്ര നേട്ടം സ്വന്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തെ നെഞ്ചേറ്റിയവരാണ് റവന്യൂ വകുപ്പും ജീവനക്കാരും. ലോകം തന്നെ മാതൃകയാക്കിയ ഭരണമാണ് 5 വർഷം കൊണ്ട് റവന്യൂ വകുപ്പ് കാഴ്ചവെച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭൂരഹിതരില്ലാത്ത കേരളം എന്നീ പദ്ധതികളിലെ നിർണായകമായിട്ടുള്ള സേവനങ്ങളും ഇടപെടലുകളും വകുപ്പ് നിർവഹിച്ചു. വികസന പദ്ധതിക്ക് ആവശ്യമായ ഭൂമി തർക്കരഹിതമാക്കുകയും സമയബന്ധിതമായി ഏറ്റെടുക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള പണം നൽകുകയും ചെയ്തു. സെറ്റിൽമെന്റ് ആക്ട് ചരിത്ര നേട്ടമാകും എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് വ്യക്തമാക്കിയത്. അപ്പോൾ ഇത് നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാർ. ഇതിന്റെ ബില്ല് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പാസാക്കിയിരുന്നു. ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ അധികമുള്ള ഭൂമി ക്രമവൽക്കരിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ അതായത് വില്ലേജ് ഓഫീസുകളിലൂടെ ആരംഭിക്കുന്നതാണ്. ആധാരത്തിൽ ഉള്ളതിനേക്കാൾ അധികമുള്ള ഭൂമി സ്വന്തമായി കൈവശം വെച്ചിട്ടുണ്ട് എങ്കിൽ അത് തർക്കരഹിതമാണ് എങ്കിൽ അത് സ്വന്തമാക്കാനുള്ള അവസരമാണ് വരുന്നത്. ഇതിനുള്ള ബില്ല് നിയമസഭ പാസാക്കിയെങ്കിലും അതിന്റെ നടപടികൾ ഇപ്പോൾ ആരംഭിക്കുന്നതേ ഉള്ളൂ. പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്നാണ് റവന്യൂ മന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ ബില്ല് പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമാകും. അപ്പോൾ അധികമുള്ള ഭൂമി ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയിട്ടുള്ള വില്ലേജുകളിൽ ക്രമവൽക്കരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായൊന്ന് രേഖപ്പെടുത്തുക. സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വസ്തു രജിസ്ട്രേഷന് ഉൾപ്പെടെ മുന്നാധാരം തേടി ഇനി മുതൽ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല. എല്ലാ ആധാരവും ഡിജിറ്റലാക്കുന്നതിന്റെ ആദ്യഘട്ടം രജിസ്ട്രേഷൻ വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ സൗഹൃദങ്ങൾക്കും പദ്ധതി ഏറെ സഹായകരമാണ്. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ 1998 മുതൽ 2018 വരെ 20 വർഷത്തെ കാലയളവിലുള്ള ആധാരങ്ങൾ ഡിജിറ്റലാക്കി പ്രസിദ്ധീകരിക്കുന്ന പദ്ധതിയാണ് കഴിഞ്ഞ 31 കൂടി പൂർത്തിയായത്. 11 ജില്ലകളിലെ 20 വർഷത്തെ ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായി. ബാക്കിയുള്ളവ ഈ മാസവും പൂർത്തിയാക്കും. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ ലഭ്യമായ മുഴുവൻ രേഖകളും ഡിജിറ്റലാക്കിയിട്ടുണ്ട്. 2018 പദ്ധതിക്ക് തുടക്കമിട്ടത് എങ്കിലും പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാരണം പദ്ധതി നീണ്ടുപോയി. 2020 പത്തനംതിട്ടയിൽ പൈലറ്റ് പ്രോജക്ട് നടപ്പിലാക്കിയിരുന്നു. എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും 100% ആധാരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ വകുപ്പിനെ ജനസൗഹൃദമാക്കുകയാണ് ലക്ഷ്യം എന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ 1968 മുതലുള്ള ആധാരങ്ങൾ രജിസ്ട്രേഷൻ വകുപ്പിന്റെ പക്കലുണ്ട്. അടുത്ത ഘട്ടത്തിൽ ഇവ
പൂർണ്ണമായും ഡിജിറ്റലാക്കും. തുടർന്ന് മറ്റ് ജില്ലകളിലെ മുന്നാധാരങ്ങളും ശേഖരിച്ച് ഡിജിറ്റലാക്കും. ആവശ്യക്കാർക്ക് ഓൺലൈനിൽ ഫീസ് അടച്ച ശേഷം parallel.registration.kerala.gov.in എന്ന വെബ്സൈറ്റിലെ സർട്ടിഫിക്കറ്റ് മെനുവിൽ ആധാര പകർപ്പുകൾക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. ശേഷം ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഡിജിറ്റൽ ഒപ്പ് രേഖപ്പെടുത്തിയ ആധാരത്തിന്റെ പകർപ്പുകൾ തയ്യാറാക്കും. ഇത് അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്കാണ് രജിസ്ട്രേഷൻ വകുപ്പ് തുടക്കമിട്ടിരിക്കുന്നത്. മുന്നാധാരങ്ങൾ തേടി പല ആവശ്യത്തിനും നമ്മൾ അലയാറുണ്ട്. ലോൺ എടുക്കുന്ന സമയത്തും വസ്തു കൈമാറ്റ സമയത്തുമെല്ലാം ഇത് വലിയ തലവേദന ആകാറുണ്ട്. കാണാം. ദൂരേക്കും. ബൈ.